ഇപ്പം നമ്മുടെ നാട്ടില് ഇപ്പം ഉൾപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇന്നും വീട്ടുവൈദ്യങ്ങളും അല്ലെങ്കിൽ ചെറിയ പൊടിക്കൈകളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പം ചെറിയൊരു വീഴ്ചയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഇപ്പോഴും അവര് വീട്ടുവൈദ്യമാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ മേ ബി അതൊരു ടു എൻ എക്സ്റ്റെന്റ് അതൊരു എഫക്റ്റീവ് ആയിരിക്കാം. പക്ഷേ അറ്റ് എ പോയിന്റ് എന്തായാലും ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ സർ. അപ്പം ഏത് സിറ്റുവേഷനിലാണ് അത് അവരെങ്ങനെ അത് തിരിച്ചറിയാം, അതായത് കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്ന് തിരിച്ചറിയുന്ന ആ ഒരു പോയിന്റ് എന്താണ് സർ? നമ്മൾ കേരളത്തിലുള്ള പൊതുവെ ആളുകൾ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയറിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങൾക്കും ആശുപത്രിയും ഡോക്ടർമാരെയും ഒക്കെ കാണിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് ആ ഒരു ബോധം പോയിട്ടൊന്നുമില്ല. പക്ഷേ കൂടുതൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടുവൈദ്യങ്ങളും സ്വയം ചികിത്സയൊക്കെ പണ്ടുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ നമ്മൾ വീട്ടുവൈദ്യമോ അല്ലെങ്കിൽ സ്വയം ചികിത്സയോ പാടില്ല. ഇപ്പം ഉദാഹരണമായി കുട്ടിക്ക് ശക്തമായ ശ്വാസമുട്ട് ഉണ്ടാവുക, ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക, ഒരു വല്ലാതെ ക്ഷീണിച്ചിരിക്കുക, അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അപസ്മാരോ അല്ലെങ്കിൽ ബോധക്കേടോ ഉണ്ടാവുക, പിന്നെ അവരെന്തെങ്കിലും കഴിച്ചെന്നോ എന്തെങ്കിലും സബ്സ്റ്റൻസ് അകത്തേക്ക് മെഡിസിൻ പോലത്തുള്ളോ അല്ലെങ്കിൽ വല്ല പോയിസൺ സാധനങ്ങളോ അകത്ത് കഴിച്ചു എന്ന് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ അവരുടെ ശ്വാസത്തിൻ്റെ സ്പീഡ് ഒരു വല്ലാതെ ശ്വാസം അവരുടെ പ്രായത്തിനനുസരിച്ചതിനേക്കാളും ശ്വാസത്തിൻ്റെ സ്പീഡ് കൂടുതലായിട്ട് എടുക്കുന്നതായിട്ട് തോന്നുക. ഇത്തരം ഘട്ടങ്ങളിലൊന്നും ഒരിക്കലും വീടുകളിൽ, അതായത് ഇപ്പം കുട്ടികൾക്ക് ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, ഒരു ദിവസം നോക്കാം 2 ദിവസം നോക്കാം, പക്ഷേ കുട്ടിയുടെ ശ്വാസത്തിൻ്റെ സ്പീഡ് കൂടി വരികയാണ്, അവന് വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നേരെ ചൊവ്വേ പാൽ കുടിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ശബ്ദമെല്ലാം കുറഞ്ഞു വരികയാണ്, കരച്ചിലിൻ്റെ ശബ്ദം പോലും ഇത്തരം അതെല്ലാം അപകടകരമായിട്ടുള്ള ഘട്ടങ്ങളാണ്. അവിടെയൊന്നും നമ്മൾ വീടുകളിൽ ചികിത്സ എന്നുള്ള അല്ലെങ്കിൽ നാട്ടുവൈദ്യം അല്ലെങ്കിൽ വീട്ടുവൈദ്യം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകരുത്. പിന്നെ ശക്തമായ പനി, ഇപ്പം 103, 104 വിധത്തിലുള്ള പനി, ആ നിലയിലുള്ള പനികൾ, അതും ഈവൻ വൈറൽ പനികളാണെന്ന് തോന്നുന്നെങ്കിൽ പോലും അത്തരം പനികളെയും വീട്ടിൽ ചികിത്സിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ വളരെ ശക്തമായിട്ടുള്ള വയറുവേദന കുട്ടികളിൽ കാരണം വയറുവേദനയെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികളിൽ വയറുവേദന കോമൺ ആണ്. പലപ്പോഴും എല്ലാ കുട്ടികൾക്കും എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് വയറുവേദന. അപ്പം പാരൻസും ചിലപ്പോഴൊക്കെ വയറുവേദനയെ വലിയ കാര്യമായിട്ട് കണക്കാക്കില്ല. അത് ശരിയാണ്. ഇവൻ ഡോക്ടർമാർ പോലും എല്ലാ വയറുവേദനയും ഒരുപോലെ സിവിയറായിട്ട് കണക്കാക്കില്ല. പക്ഷേ ശക്തമായ വയറുവേദന, പ്രത്യേകിച്ച് ഛർദിയോടുകൂടിയുള്ള വയറുവേദന, അത്തരം ഘട്ടങ്ങളിലൊന്നും തന്നെ വീടുകളിൽ ചികിത്സയോ സ്വയം ചികിത്സയോ പാടില്ല. പിന്നെ ഏതെങ്കിലും ശരീരത്തിൽ വരുന്ന പെട്ടെന്നുണ്ടാകുന്ന പാടുകൾ, പ്രത്യേകിച്ചൊരു ബ്ലാക്ക് കളറുള്ള പാടുകൾ, അത് ചിലപ്പോഴൊക്കെ വല്ല ബ്ലീഡിങ്, അകത്തുള്ള ബ്ലീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വരാം. അത്തരം ഘട്ടങ്ങളിലൊന്നും തന്നെ നമ്മൾ സ്വയം ചികിത്സയോ വീടുകളിൽ ചികിത്സയോ പാടില്ല. സാർ, ഇതിപ്പം ഒരു അർബൻ ഏരിയ ആണല്ലോ. സോ ഇവിടുത്തെ മിക്ക പാരന്റ്സും എന്തായാലും വർക്ക് ചെയ്യുന്ന പാരന്റ്സ് ആയിരിക്കാം. സോ അപ്പം അവർക്ക് അവരുടെ കുട്ടികളെ ഒന്ന് ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കണം എന്ന് വെച്ചാൽ അവർക്ക് ലീവ് എടുക്കാതെ, ഇപ്പം ഓഫീസാണെങ്കിലും അല്ല അവരുടെ ഒരു വർക്ക് സ്പേസ് ഒന്ന് ലീവ് എടുക്കാതെ അവർക്ക് വരാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഈ ഒരു ഹോസ്പിറ്റല്, അങ്ങനെ ഒരു പാരന്റ്സിന് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഹോസ്പിറ്റൽ? നമ്മുടെ കിംസ് ഹോസ്പിറ്റൽ, ആക്ച്വലി കിംസ് ആശുപത്രി ഇരിക്കുന്നത് ഒരു അർബൻ ഫെസിലിറ്റി ആയിട്ടാണ്, സിറ്റിയുടെ ഏറ്റവും സെൻട്രലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പാരൻസ്, നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പാരൻസ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്ലാസ് പാരൻസ് ആയിരിക്കും. മിക്കവാറും യങ് പാരൻസ് ആണ്, അവർ വർക്കിംഗ് ക്ലാസ് പാരൻസ് ആണ്. അപ്പം കുട്ടികൾക്ക് രാവിലെ തന്നെ ഒരു അസുഖമായിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും പാരൻസിന് ആശുപത്രി വരികയും അവരുടെ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് ശരിയാണ്. അതുപോലെ കുട്ടികളെ സംബന്ധിച്ചത് തന്നെ എല്ലാ അസുഖങ്ങൾക്കും അവർ സ്കൂളിൽ പോകാതിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു തലവേദന ഉണ്ട്, ഡോക്ടറെ അടുത്ത് പോകണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചിട്ട് സ്കൂളിൽ പോകാവുന്നതാണ്. സ്കൂളിൽ പോകാൻ പാടില്ലാത്ത ചിലപ്പം അസുഖങ്ങളുണ്ടാവാം. ചിലപ്പോൾ മറ്റു കുട്ടികൾക്കും വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഇൻഫെക്ഷനുള്ള കുട്ടികളുണ്ടാവാം. അത്തരം കുട്ടികളിലൊന്നും സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും നല്ലൊരു ശതമാനം കുട്ടികൾക്കും രാവിലെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് സ്കൂളിൽ പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ പാരൻസും ഉണ്ട്, കുട്ടികളും ഉണ്ട്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടത് ഒരു നേരത്തെ ഉള്ളൊരു OP ആണ്. അതായത് സ്കൂളിൻ്റെ ടൈം തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടറെ കാണാൻ പറ്റുന്നത്. ഇപ്പം ആക്ച്വലി
ആദ്യത്തേക്ക് അറിയാം, നമ്മുടെ കിംസിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ ഒരു മോർണിംഗ് OP എന്ന് പറഞ്ഞിട്ട് 7:30 ഓൺവേർഡ്സ് നമ്മൾ നടത്തുന്നുണ്ട്. 7:30 ഓൺവേർഡ്സ് നമ്മൾ OP ഉണ്ട്. അപ്പം ധൈര്യമായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ ചുറ്റുപാടുള്ള ആളുകൾക്ക്, ആശുപത്രിക്ക് ചുറ്റുമുള്ള ഒരു 5 കിലോമീറ്ററെങ്കിലും ചുറ്റളവിലുള്ള ആളുകൾക്ക് രാവിലെ തന്നെ വന്ന് കുഞ്ഞിനെ കാണിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ ചെയ്തിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ പോകാം. തീർച്ചയായും പാരൻസിന് അവരുടെ ജോലിക്കും പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ആ സമയത്ത് വളരെ തിരക്കും കുറവായിരിക്കും. ലോസ് ഓഫ് പേ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടത്താം. തിരക്കും ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ രാവിലെ കാണിച്ചു പോകാം. അത് ഓൾറെഡി നമ്മുടെ കിംസ് ആശുപത്രിയിൽ ആ ഒരു പീഡിയാട്രിക്സിൽ മോർണിംഗ് OP ഫെസിലിറ്റി ഉണ്ട്. പൊതുവായി നമ്മുടെ പാരന്റ്സിന് കുട്ടികളെ വളർത്തുന്ന ആ ഒരു വളർത്തൽ രീതി ഉണ്ടാവാം. അപ്പം അതൊരു ആരോഗ്യപരമായ രീതിയിൽ അതെന്തെങ്കിലും മാറ്റി വളർത്തൽ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുണ്ടോ സർ? ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് കുട്ടികളുടെ ഒരു ജനറേഷനെ മാറ്റി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്കൊരു 2-3 അഡ്വൈസ് പാരൻസിന് മെസ്സേജുകൾ കൊടുക്കാവുന്നതാണ് അല്ലേ? 2-3 മെസ്സേജുകൾ കൊടുക്കാം. ഒന്ന്, എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളെ വളർത്തുമ്പം പാരൻറ്റിങ്ങിൻ്റെ ഒരു ബേസിക് പാരൻറ്റിങ് കാര്യങ്ങൾ പാരൻസ് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളെ വേദനിപ്പിക്കാതിരിക്കുക. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുട്ടികളെ വേദനിപ്പിക്കാതിരിക്കുക. ഇതിൻ്റെ അർത്ഥം കുട്ടികളെ ശാസിക്കരുതെന്നല്ല, കുട്ടികളെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളത് മിണ്ടാതിരിക്കണം എന്നല്ല. കൃത്യമായിട്ട് അവരെ ശാസിക്കുകയും, പക്ഷേ ആ ശാസിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പവർ കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ വലിപ്പം കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ്റെ വലിപ്പം കാണിച്ചുകൊണ്ടോ ആവരുത്. ഒപ്പം അവരെ ശാരീരികമായിട്ട് വേദനിപ്പിച്ചിട്ടും ആവരുത്. വേണ്ടത് കൃത്യമായിട്ടുള്ള അവരെ നമ്മൾ ഹാൻഡ് ഹോൾഡിങ് നടത്തുക. ഹാൻഡ് ഹോൾഡിങ് എന്ന് പറഞ്ഞാൽ അത് അവർ നമ്മളുടെ ഭാഗമാണെന്നുള്ള ചിന്തയില്ല. അവരൊരു തെറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഭാഗമാണ്. അവർ കുട്ടികളാണ്, തെറ്റിന് പ്രോണാണ്, തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളവരെ നേരെ നടത്തേണ്ട ആളുകളാണ് നമ്മളെന്നുള്ള ബോധത്തോടെ ഈ വേദനകളൊന്നും കൊടുക്കാതെ അവരെ നമ്മളെ ഒന്നിച്ച് നയിച്ചു കൊണ്ടുപോകാൻ പറ്റണം നമുക്ക്. രണ്ടാമത്തെ ഒരു കാര്യം ഈ മെറ്റീരിയൽ എക്സ്പോഷർ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെറ്റീരിയൽ എക്സ്പോഷർ കുറയ്ക്കുക. അതായത് കുട്ടികൾക്ക് ആവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. അത് വസ്ത്രമാവട്ടെ, പൈസ ആവട്ടെ, ടോയ്സ് ആവട്ടെ, ചെരുപ്പുകളാവട്ടെ, എന്ത് തന്നെ ആയാലും അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിച്ചു കൊടുക്കാവൂ. കാരണം മെറ്റീരിയൽ എക്സ്പോഷർ കൂടുന്നതോടെ ഇവരുടെ തലച്ചോറിൽ, അവരുടെ ആ ചെറിയ പ്രായത്തിലുള്ള തലച്ചോറിൽ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് മാറ്റങ്ങളും വരുന്നുണ്ട്. അപ്പം പിന്നെ സാധനങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാവാതായി പോകും മെറ്റീരിയൽ എക്സ്പോഷർ കൂടുമ്പോൾ. ഇത് ഭക്ഷണമായാലും അതുപോലെ തന്നെയാണ്. വസ്ത്രങ്ങൾ മാത്രമല്ല, ഭക്ഷണം പോലും, ഈവൻ ടോയ്സും കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, കുറച്ചൊക്കെ ഒരു സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ആണ് ഇതിൻ്റെ. പിന്നെ ഉള്ളത് സ്ക്രീൻ ടൈം കഴിയുന്നതും ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് കുട്ടികളെ മാത്രം പറഞ്ഞാൽ പോരാ. കുട്ടികളുടെ ഒരു പ്രത്യേകത, നമ്മൾ എന്തും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലേ അവർ അനുകരിക്കുള്ളൂ. ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് പറയാറുണ്ടല്ലോ, അത് കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ട്രൂ ആണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് അവർ ചെയ്യുക. നമ്മൾ ഫുൾ ടൈം ഫോൺ നോക്കുകയും കുട്ടികളോട് ഫോൺ നോക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ അവർക്കൊരു കൺഫ്യൂഷൻ വരും, ഇതിലേതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത്. നമ്മൾ കുട്ടികളെ നേരെയാക്കാൻ നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളും നേരെയാവണം, പാരൻസും നേരെയാവണം. ഈ ഒരു 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാരൻറ്റിങ് ഈസി ആയിട്ട് കൊണ്ടുപോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഇപ്പം കണ്ണൂർ പോലത്തെ സ്ഥലത്തൊക്കെ അധിക പാരന്റ്സ് വർക്ക് ചെയ്യുന്നത് വിദേശത്തായിരിക്കാം. അപ്പം കുട്ടികളിപ്പം മേ ബി അവരുടെ സിംഗിൾ പാരന്റിങ്ങിലൂടെ ആയിരിക്കും അവർ വളരുന്നത്. അപ്പം അത് ആ ഒരു അതായത് നമ്മുടെ 2 പാരന്റ്സും കൂടെ ഇല്ല, ഒരാൾ മാത്രമാണ് വളർത്തുന്നത്. അപ്പം ആ ഒരു കുട്ടികളുടെ മാനസികാരോഗ്യത്തെ എങ്ങനെയെങ്കിലും എഫക്ട് ചെയ്യുന്നുണ്ടോ സാർ? തീർച്ചയായും. ഇതൊരു കഴിഞ്ഞ 50 വർഷമായിട്ട് നമ്മളുടെ ഒരു പ്രശ്നമാണ്. കേരളം പോലുള്ള, പ്രത്യേകിച്ച് നോർത്ത് കേരള പോലുള്ള, പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്തുള്ള വലിയ പ്രശ്നമാണ്. കുട്ടികൾക്ക് അവരുടെ ഒരു ഫോർമാറ്റീവ് ഇയേഴ്സ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ അവരൊരു വ്യക്തി ആവാൻ വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ഇടുന്ന ആദ്യത്തെ ഒരു 5 വർഷം, ഈ സമയത്ത് അവർക്കൊരു റോൾ മോഡൽ ആവശ്യമാണ്. പിന്നെ അവരെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു പാക്ക് ലീഡറും വേണം.
പിന്നെ അവരുടെ പ്രശ്നങ്ങൾ, അതെല്ലാ പ്രായത്തിലും അതെ, അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കൺഫൈഡിങ് ഫ്രണ്ട്സ്, അതാണ് ആദ്യത്തെ പാരൻസ്. അത് രണ്ടുപേരും ഉണ്ടാവണം എന്നുള്ളത് ഒരു ബേസിക് നീഡാണ് അവരുടെ കുട്ടികളുടെ. പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് എല്ലാ പാരൻസിനും നമ്മുടെ എല്ലാ കുട്ടികളുടെ ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല. അതവരുടെ നമ്മളുടെ ജീവിക്കാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പാരൻസ് പുറത്തു പോകാറുണ്ട്. ഇത് കുട്ടികളിൽ ഒരു വലിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്, അത് സംശയമൊന്നുമില്ല. കാരണം കുട്ടികളിൽ ഈ സബ്സ്റ്റാൻസ് അബ്യൂസ് ആയാലും കുട്ടികൾ അമിതമായിട്ടുള്ള സാധനങ്ങളുടെ ഉപയോഗങ്ങളായാലും എല്ലാം തന്നെ ഈ പലപ്പോഴും പ്രത്യേകിച്ച് മെയിൽ പാരൻറ്റ് ഒന്നിച്ച് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാണാറുണ്ട്, സത്യമാണ്. പിന്നെ വേറൊരു പ്രശ്നം, ഈ NRI പാരൻസിൻ്റെ വേറൊരു പ്രശ്നം, ഒന്ന് ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും പലപ്പോഴും പവർ പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം കുട്ടികൾക്കൊരു പവർ പോയിൻ്റ് ആവശ്യമുണ്ട്. അച്ഛൻ അമ്മ, ഇതായിരിക്കും യൂഷ്വലി അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അച്ഛൻ അമ്മ, അതാണ് പവർ പോയിൻ്റ്. അപ്പം അച്ഛൻ അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും ആ പവർ പോയിൻറ്റ്സ് ആയിട്ട് പ്രവർത്തിക്കുക. പലപ്പോഴും അമ്മയുടെ ഒരു പവർ ഇല്ലാതായി പോകും. അപ്പോൾ ഈ കുട്ടികളിൽ ഒരു വലിയ ഒരു കോൺഫ്ലിക്റ്റ് ഇതുണ്ടാക്കും, മാനസിക കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. കാരണം പവർ പോയിൻ്റ് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് നടന്നില്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അടുത്ത് പറയാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് നടക്കും എന്നുള്ളൊരു അവസ്ഥ വരും. അപ്പോൾ ഇത് കുട്ടികൾ ഇവരെ നെഗറ്റീവായിട്ട് മുതലെടുക്കാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുപോലെ അമ്മ മാത്രം കുഞ്ഞിനെ നോക്കുമ്പോഴേ അച്ഛനില്ല. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഒരു കോമ്പൻസേറ്ററി ആയിട്ട് കുഞ്ഞ് പറയുന്നതിനെല്ലാം നമ്മൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കുക, അമിതമായിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ അമ്മമാർ മാറിപ്പോകും. കാരണം അത് അച്ഛനിവിടെ ഇല്ലാത്തതിൻ്റെ ഒരു കോമ്പൻസേഷനായിട്ട് നമ്മളത് ചെയ്യുന്നത്, അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതൊരു പ്രശ്നമായിട്ട് പിന്നീട് വരാം. പിന്നെ പലപ്പോഴും എഡ്യൂക്കേഷൻ കുറഞ്ഞ അമ്മമാരാണ് ഈ സിംഗിൾ പാരൻ്റ് വീട്ടിലുള്ളത്. സിംഗിൾ പാരൻ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഈ പാരൻ്റ് എഡ്യൂക്കേഷൻ കുറവോ അതല്ലെങ്കിൽ ഒരു ആ തരത്തിൽ ഇത്തിരി ഒരു വീക്കായിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ കുട്ടികളും ഈ പാരൻസിനെ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ പൊതുവെ NRIസിൽ NRIസിൻ്റെ കുട്ടികൾ കാണുന്ന ഒരു ബുദ്ധിമുട്ടുകൾ പറ്റിയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയം കുട്ടികളും മാറുന്ന ജീവിത സാഹചര്യം എന്നതായിരുന്നു. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഡോക്ടർ അഷ്റഫ് സർ നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇനി അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.